ഹലോ, എല്ലാവർക്കും മൈ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യത്തെ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ പറയുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. വീക്കെൻഡ് ആയതുകൊണ്ടേ ഞങ്ങളുടെ ഡേ ഒക്കെ അങ്ങ് ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ലഞ്ചിന് വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്, അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 30 മിനിറ്റിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണിത്. പിന്നെ പ്രത്യേകിച്ചൊരു കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു സാലഡിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. പിന്നെ ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഗ്രാൻഡ് ആയിരിക്കും. പുലാവിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ബസ്മതി റൈസ് 1 കപ്പ്, ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, 4 ബീൻസ് നീളത്തിൽ അരിഞ്ഞത്, 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, സ്പൈസസ്, ഒരു മീഡിയം സവോളയുടെ പകുതി അരിഞ്ഞത്, സൺഫ്ലവർ ഓയിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ, വെള്ളം 2.5 കപ്പ്. ഇനി കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനായി ഒരു ഹാർഡ് ബേസ് ഉള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. കുക്കിങ്ങിനായി യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. പുലാവിന് ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബട്ടറിലും ചെയ്യാം. ഞാനിവിടെ ബട്ടറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഗ്രാമ്പൂ, പട്ട, തക്കോലം, ഏലക്ക, ബേ ലീവ്സ്, ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന സ്പൈസസ്. എനിക്ക് ബേ ലീവ്സിൻ്റെയും തക്കോലത്തിൻ്റെയും ഫ്ലേവർ ഇഷ്ടമായത് കൊണ്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ആഡ് ചെയ്ത സ്പൈസസ് ഒക്കെ ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളിക്ക് പകരം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. 1 മിനിറ്റിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് തുടക്കത്തിൽ കുറച്ച് ചേർത്താൽ മതിയാവും. അവസാനം ഉപ്പ് പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാള ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ബട്ടർ ചേർക്കാം. ഇപ്പൊ സവാള ഒന്ന് നന്നായി വഴണ്ടി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയതിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു ക്വിക്ക് റെസിപ്പി ആയതിനാൽ ഞാൻ 3 ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. മഷ്റൂമോ സോയാ ചങ്ക്സോ അല്ലെങ്കിൽ പനീറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ഗ്രീൻ പീസും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു 3 മിനിറ്റ് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റുക. ഇത് വഴറ്റിയതിന് ശേഷം കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ഒന്ന് വഴണ്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന റൈസിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഇനി നിങ്ങൾ എടുക്കുന്ന റൈസിന് കുക്കിംഗ് ടൈം കൂടുതലാണെങ്കിൽ, അതായത് അത് വേവാൻ കൂടുതൽ ടൈം വേണമെങ്കിൽ അരമണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റോളം അതും ഒന്ന് റോസ്റ്റ് ചെയ്യാം. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. റോസ്റ്റ് ആയി വരട്ടെ, അരിയും ഒന്ന് റോസ്റ്റ് ആയിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം പെർഫെക്റ്റ് ആയിരിക്കും. വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഉപ്പ് പോരെങ്കിൽ കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിന്റെ ടേസ്റ്റ് ഒരിത്തിരി മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത്.
ഈ വെള്ളം വറ്റി വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വെക്കാം. നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ കുറച്ച് കൂട്ടി വെക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പുലാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അരി ഒന്നും കുഴഞ്ഞു പോയിട്ടില്ല, തമ്മിൽ ഒട്ടിയിട്ടുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുലാവ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ വേണ്ടി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്വിക്ക് റെസിപ്പിയാണ്. മാക്സിമം 30 മിനിറ്റ് സമയം മാത്രമേ എടുക്കുകയുള്ളൂ ഇത് പ്രിപ്പയർ ചെയ്യാൻ. വെറും സാലഡിൻ്റെ കൂടെ പോലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. സൈഡ് ഡിഷ് നിർബന്ധമില്ലെങ്കിൽ പോലും ഞാൻ ഇന്നിവിടെ ഒരു സൈഡ് ഡിഷ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പാലക് സോയയാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.